മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് പ്രദീപ് കുമാർ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് പ്രദീപ് കുമാർ. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. 25,000 രൂപയാണ് പുരസ്കാര തുക. 25,000 രൂപയാണ് പുരസ്കാര തുക. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജസ്മിൻ പൗലീനി. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജസ്മിൻ പൗലീനി. ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിതെറ്റിയാൽ അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനായി നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഉപകരണമാണ് കവച്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഗോത്രഭേരി. സംസ്ഥാന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രഭേരി. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്താൻ ആവിഷ്കരിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതി വിസ്ഡം ബാങ്ക്. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്ന് വിരമിച്ച വിദഗ്ധരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ആവിഷ്കരിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക്. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം 4ാം തവണയും നേടുന്നത് NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം 4ാം തവണയും നേടുന്നത് NK പ്രേമചന്ദ്രൻ. ആവശ്യക്കാർക്കായി മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മെഡിമാർട്ട് നിലവിൽ വന്നത് കലവൂർ ആലപ്പുഴ. മെഡിമാർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? കലവൂർ ആലപ്പുഴ. ആവശ്യക്കാർക്കായി മരുന്നുകൾ 70% വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മെഡിമാർട്ട് നിലവിൽ വന്നത് കലവൂർ ആലപ്പുഴ. BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. BPL വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹികനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഒലിവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷൻ ഓപ്പറേഷൻ ഒലീവിയ. ഒലിവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലീവിയ. ഭൂമി ഇടപാടുകൾക്കുള്ള സർക്കാരിന്റെ ഏകജാലക സംയോജിത ഭൂവിനിയോഗ സംവിധാനം എന്റെ ഭൂമി. ഭൂമി ഇടപാടുകൾക്കുള്ള സർക്കാരിന്റെ ഏകജാലക സംയോജിത ഭൂവിനിയോഗ സംവിധാനമാണ് എന്റെ ഭൂമി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കൃതി ഹാർട്ട്ലാമ്പ്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം പോർട്ട്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം വഡ്നഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം വഡ്നഗർ, ഗുജറാത്ത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ഡോം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ഡോം.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡമനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം മിസോറാം. കേരള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡമനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം മിസോറാം. ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഉല്ലാസിന്റെ ഫുൾ ഫോം എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡമനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം മിസോറാമാണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഹിൽകോൾ. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഹിൽകോൾ. യൂറോപ്പ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ടോട്ടൻഹാം. യൂറോപ്പ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ടോട്ടൻഹാം. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് ഉത്തർപ്രദേശ്. ഈ സംരംഭം കതർണിയ ഘട്ട് വന്യജീവി സങ്കേതത്തെ ദുധ്വ കടുവ സംരക്ഷണവുമായി ബന്ധിപ്പിക്കും. ഇത് യാത്രക്കാർക്ക് സംസ്ഥാനത്തെ സമ്പന്നമായ ജൈവ വൈവിധ്യം അനുഭവിക്കുവാൻ അവസരം നൽകും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് ഉത്തർപ്രദേശാണ്. ഈ സംരംഭം കതർണിയ ഘട്ട് വന്യജീവി സങ്കേതത്തെ ദുധ്വ കടുവ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധിപ്പിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് സംസ്ഥാനത്തെ സമ്പന്നമായ ജൈവ വൈവിധ്യം അനുഭവിക്കുവാൻ അവസരം നൽകും. ഫ്രാൻസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. ഫ്രാൻസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ചോൻസിൻ ആങ്മോ. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് ചോൻസിൻ ആങ്മോ. ലോകത്തിലെ അഞ്ചാമത്തെ വനിതയും ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയുമാണ് ചോൻസിൻ ആങ്മോ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ചോൻസിൻ ആങ്മോ. സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യശോദ AI സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യശോദ AI. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഹരീഷാണ്. തന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് മികച്ച നോവലിസ്റ്റിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുത്തത് എസ് റഫീഖ്. ഇടമലയിലെ യാക്കൂബ് എന്ന ചെറുകഥയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പം പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഹരീഷ്. പട്ടുനൂൽ പുഴു മികച്ച കഥാകൃത്ത് എസ് റഫീഖ്. ഇടമലയിലെ യാക്കൂബ് ചെറുകഥയാണ്. രാജ്യത്തെ ആറാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നതെന്നാണ് മെയ് 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നതെന്നാണ് മെയ് 25. 2025 മെയ്യിൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ 3. 2025 മെയ്യിൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ 3. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് ജലവുമായി കലരുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് അസറ്റലിൻ.
അപ്പോൾ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് ജലവുമായി കലരുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് അസറ്റലിൻ. 78ാമത് കാൻ ചലച്ചിത്രോത്സവം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് പാംദോർ പുരസ്കാരം ലഭിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. സംവിധാനം ജാഫർ പഹാനി. അപ്പൊ 78ാമത് കാൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രം പാംദോർ പുരസ്കാരം ലഭിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. സംവിധാനം ജാഫർ പഹാനി. മികച്ച രണ്ടാമത്തെ ചിത്രം, അതായത് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത് സെന്റിമെന്റൽ വാല്യൂ. സെന്റിമെന്റൽ വാല്യൂ എന്ന ചിത്രത്തിനാണ് മികച്ച രണ്ടാമത്തെ ചിത്രം, അതായത് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത്. സംവിധാനം യോക്കിം ട്രയൽ ആണ്. യോക്കിം ട്രയൽ. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ക്ലബർ മെൻഡോണ. ക്ലബർ മെൻഡോണ ഫിലുവ. ക്ലബർ മെൻഡോണ ഫിലുവ. മികച്ച സംവിധായകൻ ക്ലബർ മെൻഡോണ ഫിലുവ. ചിത്രം ദി സീക്രട്ട് ഏജന്റ്. ദി സീക്രട്ട് ഏജന്റ്. മികച്ച നടി നാദിയ മെലിറ്റി. മികച്ച നടി നാദിയ മെലിറ്റി. ചിത്രം ദി ലിറ്റിൽ സിസ്റ്റർ. ദി ലിറ്റിൽ സിസ്റ്റർ. മികച്ച നടി നാദിയ മെലിറ്റി. ചിത്രം ദി ലിറ്റിൽ സിസ്റ്റർ. മികച്ച നടൻ വാഗ്നർ മോറ. വാഗ്നർ മോറ. ചിത്രം സീക്രട്ട് ഏജന്റ്. ദ സീക്രട്ട് ഏജന്റ്. അപ്പൊ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാഗ്നർ മോറയാണ്. ചിത്രം ദ സീക്രട്ട് ഏജന്റ്. ഇപ്പൊ 78ാമത് കാൻ ചലച്ചിത്രോത്സവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മികച്ച ചിത്രം, അതായത് പാംദോർ പുരസ്കാരം ലഭിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. സംവിധാനം ജാഫർ പഹാനി. മികച്ച രണ്ടാമത്തെ ചിത്രം, അതായത് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത് സെന്റിമെന്റൽ വാല്യൂ എന്ന ചിത്രത്തിനാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് യോക്കിം ട്രയൽ ആണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലബർ മെൻഡോണ ഫിലുവ. ക്ലബർ മെൻഡോണ ഫിലുവ. ചിത്രം ദ സീക്രട്ട് ഏജന്റ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാദിയ മെലിറ്റി ആണ്. നാദിയ മെലിറ്റി. ചിത്രം ദ ലിറ്റിൽ സിസ്റ്റർ. ദ ലിറ്റിൽ സിസ്റ്റർ. മികച്ച നടൻ വാഗ്നർ മോറ. ചിത്രം ദ സീക്രട്ട് ഏജന്റ്. ദ സീക്രട്ട് ഏജന്റ്. ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഇന്ത്യ. ജപ്പാനെ പിന്തള്ളിയാണ് 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ നിന്നുള്ളവയാണ്. പാറശാല, പൂവച്ചൽ. പാറശാല, പൂവച്ചൽ. രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലെ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ ഗ്രാമപഞ്ചായത്തുകൾ പാറശാല, പൂവച്ചൽ. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MR ശ്രീനിവാസൻ. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MR ശ്രീനിവാസൻ. രാജ്യത്ത് സ്വകാര്യ മേഖലയാൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ റോക്കറ്റാണ് വിക്രം-1. വിക്രം-1. രാജ്യത്തെ സ്വകാര്യ മേഖലയാൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ റോക്കറ്റാണ് വിക്രം-1. തദ്ദേശീയമായി നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതെവിടെ? ദാഹോദ്, ഗുജറാത്ത്. ദാഹോദ്, ഗുജറാത്ത്. തദ്ദേശീയമായി നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതെവിടെ? ദാഹോദ്, ഗുജറാത്ത്. ആസിയാൻ വാർഷിക ഉച്ചകോടി നടന്നത് കുആലാലംപൂർ, മലേഷ്യ. കുആലാലംപൂർ, മലേഷ്യ. ആസിയാൻ വാർഷിക ഉച്ചകോടി നടന്നത് കുആലാലംപൂർ, മലേഷ്യ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുവാൻ 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ചൈന. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയ, അതായത് സൗത്ത് കൊറിയയിലാണ്. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ഗുമി എന്ന സ്ഥലത്താണ്. ഗുമി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത് കാമി റീത്ത ഷെർപ്പ. കാമി റീത്ത ഷെർപ്പ 31 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റീത്ത ഷെർപ്പ, 31 തവണ. ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹയായത്
മേജർ ജനറൽ പി.ഡി. ഷീന. ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹയായത് മേജർ ജനറൽ പി.ഡി. ഷീന. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഏർപ്പെടുത്തിയ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഏർപ്പെടുത്തിയ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം നോണി ബ്രിഡ്ജ്, മണിപ്പൂർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം നോണി ബ്രിഡ്ജ്, മണിപ്പൂർ. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ദിയു. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ദിയു. 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2024-25 രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ എത്ര ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 6.6%. 2024-25 രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ എത്ര ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 6.6%. ഹൈദരാബാദിൽ നടന്ന 2025 മിസ് വേൾഡ് മത്സരത്തിൽ ജേതാവായത് ഒപാൽ സുജാത ചുവാങ്ശ്രീ. ഹൈദരാബാദിൽ നടന്ന 2025 മിസ് വേൾഡ് മത്സരത്തിൽ ജേതാവായത് ഒപാൽ സുജാത ചുവാങ്ശ്രീ. തായ്ലൻഡുകാരിയാണ് ഒപാൽ സുജാത. കവാൽ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന. കവാൽ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന. കണ്ടെയ്നർ ഭീമൻ കപ്പലായ MSC ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കണ്ടെയ്നർ ഭീമൻ കപ്പലായ MSC ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യത്തെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇതിന്റെ മലയാളി ക്യാപ്റ്റനാണ് വില്ലി ആന്റണി. 7A സൈഡ് മത്സരമായ ദി സോക്കർ ടൂർണമെന്റിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി ജേഴ്സി അണിയുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രാഹുൽ KP. 7A സൈഡ്, അതായത് സെവൻസ് ടൂർണമെന്റ് മത്സരമായ ദി സോക്കർ ടൂർണമെന്റിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി ജേഴ്സി അണിയുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാഹുൽ KP. ജൂൺ 2-ന് 174-ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. ജൂൺ 2-ന് 174-ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. അടുത്തിടെ കേരളത്തിലെ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാൻ കേരളം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ്. അടുത്തിടെ കേരളത്തിലെ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാൻ കേരളം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കണ്ണൂർ. റഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. റഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരമാണ് നൊവാക് ജോക്കോവിച്ച്. ജൂൺ മാസത്തിൽ നടന്ന G7 ഉച്ചകോടിയുടെ വേദി ആൽബർട്ട, കാനഡ. ജൂൺ മാസത്തിൽ നടന്ന G7 ഉച്ചകോടിയുടെ വേദി ആൽബർട്ട, കാനഡ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നോമാഡിക് എലിഫന്റ് 2025. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നോമാഡിക് എലിഫന്റ് 2025. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.